Hi everyone, welcome to Campus Ways. ഇന്നത്തെ വീഡിയോ ഓൺലൈൻ ഡിഗ്രി ചൂസ് ചെയ്യാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ്. എങ്ങനെ ഒരു ഓൺലൈൻ ഡിഗ്രി ചൂസ് ചെയ്യണം, ഒരു ഓൺലൈൻ ഡിഗ്രി ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരുപാട് സ്റ്റുഡൻസിന്റെയും പാരന്റ്സിന്റെയും കൺസേൺ ആണ് ഓൺലൈൻ ഡിഗ്രി എടുത്താൽ ഗവൺമെന്റ് ജോബ് കിട്ടുമോ അതോ ഫേക്ക് ഡിഗ്രി ആയിട്ട് റിജക്ട് ചെയ്യുമോ എന്നുള്ളത്. സോ ഇന്ന് നമുക്ക് ഈ ഒരു കൺസേൺ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഓൺലൈൻ ഡിഗ്രി എടുക്കുന്ന യൂണിവേഴ്സിറ്റി അപ്രൂവ്ഡ് ആണോ എന്നുള്ളതാണ്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസ് റെഗുലേറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ അഥവാ UGC. സോ നമ്മളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ അത് UGC റെക്കഗ്നൈസ്ഡ് ആണോ, നമ്മൾ എടുക്കുന്ന പ്രോഗ്രാം ഒഫീഷ്യലി അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യുക. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യണം. UGC അപ്രൂവ്ഡ് ഓൺലൈൻ ഡിഗ്രി ഈസ് ഈക്വൽ ടു റെഗുലർ ഡിഗ്രി. സാധാരണ നമ്മളൊരു ഡിഗ്രി ലെവൽ ഗവൺമെന്റ് ജോബിന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നോട്ടിഫിക്കേഷൻ എന്താ കാണിക്കുന്നത്, ഈ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അവിടെ റെഗുലർ ഡിഗ്രി എന്നും പറയുന്നില്ല, ഓൺലൈൻ ഡിഗ്രി നോട്ട് അലൗഡഡ് എന്നും പറയുന്നില്ല, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് മാത്രമാണ് മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PSCയോ UPSCയോ സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇതിന്റെയൊക്കെ മെയിൻ റിക്വയർമെന്റ്, കാൻഡിഡേറ്റ് മസ്റ്റ് ആയിട്ട് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി ഹോൾഡ് ചെയ്യണം. ഇതിന്റെ മോഡ് ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്നില്ല. അതായത് റെഗുലർ ആയാലും ഓൺലൈൻ ആയാലും നിങ്ങളൊരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ് ഔട്ട് ആയ സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആണ്. അപ്പോഴും ചില പാരന്റ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വെരിഫിക്കേഷൻ ടൈമിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. ഇപ്പൊ പ്രശ്നം വന്നാലും അത് ഓൺലൈൻ ഡിഗ്രി മോഡ് കൊണ്ടല്ല, അത് ഏതെങ്കിലും ഫേക്ക് യൂണിവേഴ്സിറ്റീസിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ടായിരിക്കും. UGC അപ്രൂവൽ ഇല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫേക്ക് ആയിട്ടുള്ള ഫോറിൻ ടൈപ്പ് പ്രോഗ്രാംസ്, കൂടാതെ അൺറെക്കഗ്നൈസ്ഡ് പ്രൈവറ്റ് ബോഡീസ്, ഇവയിൽ നിന്നൊക്കെ ഒരു ഡിഗ്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളെ റിജക്ട് ചെയ്യും. ഇപ്പൊ നമ്മൾ എല്ലാവരും 6 months ഡിഗ്രി, 1 year ഡിഗ്രി ഒക്കെ കാണുന്നതാണ്. ഇതൊന്നും UPSC PSC പോലുള്ളവയിൽ ഒരിക്കലും വാലിഡ് അല്ല. സോ നമ്മൾ എപ്പോഴും ഒരു ഡിഗ്രി എടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് മാത്രം നോക്കാതെ UGC അപ്രൂവൽ ലിസ്റ്റ് കൂടി നോക്കണം. ആക്ച്വലി ഗവൺമെന്റ് ജോബ് ആസ്പിറൻസിന് ഓൺലൈൻ ഡിഗ്രി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിൽ ഓൺലൈൻ ഡിഗ്രി പഠിക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഓൺലൈൻ ഡിഗ്രി എടുക്കുന്നവർക്ക് UPSC PSC പോലത്തെ എല്ലാ എക്സാംസിനും സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബട്ട് നല്ലൊരു ഗൈഡൻസിലൂടെ ഒരു ബെറ്റർ യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ് ചെയ്യുക.